ഗുഡ് മോർണിംഗ്. മിസ്റ്റർ മത്തായി ഇല്ലേ? ഉണ്ടല്ലോ, അകത്തോട്ട് വരൂ. താങ്ക്സ്. ആ വരണം 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 വരണം, അങ്ങോട്ടിരിക്കാം. എന്താ കുടിക്കാൻ? ചായയോ കൂൾ ഡ്രിങ്ക്സോ? നത്തിങ് താങ്ക്സ്. അല്ലല്ലോ, എന്നാലും വേളക്കുട്ടി 2 ചായ. വരൂ. ആനമുടി കൊലക്കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. നന്നായി എന്റെ പൊന്നു സാറേ. ആ ചാക്കോമേശയും കുടുംബത്തിനെ കൊന്നതാണെന്നും മറ്റു നാട്ടുകാർ പറഞ്ഞപ്പോ ഉള്ളത് പറഞ്ഞ ആദ്യം എനിക്കങ്ങോട്ട് വിശ്വാസമായില്ല കേട്ടോ. അല്ല, മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ വീട്ടിലാണെങ്കിൽ മൂത്ത പെണ്ണിനെ കെട്ടിക്കുന്ന ഒരുത്തനുണ്ട്, ജോണിക്കുട്ടി. നമ്മുടെ ഗായത്രി മേനന്റെ കമ്പനിയിലെ സ്റ്റാഫാ. അവന് സ്ത്രീനായിട്ട് കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് കുറച്ചു നാളായിട്ട് ആ പെണ്ണെ കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഒഴിച്ചാ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. ഇതിപ്പോ സാറ് വന്ന് 2ാമതും പോസ്റ്റ്മോർട്ടം നടത്തിയോണ്ട് കൊലപാതകമാണെന്നുള്ള സത്യം എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ മിസ്റ്റർ മത്തായിക്ക് ചാക്കോ മിസ്ത്രിയെ നന്നായി അറിയാമായിരുന്നു? അയ്യോ, അറിയാമായിരുന്നോ? നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ചാക്കോ മിസ്ത്രിക്കും കുടുംബത്തിനും ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ? അയ്യോ എന്റെ പോലും സാറേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും സാർ അവനെ പൊക്കണം. അത് എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും സാർ പറഞ്ഞാൽ. ഓക്കെ മിസ്റ്റർ മത്തായി, ഓക്കെ. നമുക്കിനിയും കാണേണ്ടി വരും. പോയോ? ആ പോയി, എന്തായാലും എടുത്തതല്ലേ, കുടിച്ചേക്കാം. നീയും കുടിച്ചോ. മുകുന്ദൻ മേനോനില്ലേ? ഉണ്ട് സാർ. ഒന്ന് കാണണം. സാർ, സാറിനെ കാണാനായിട്ട് SP ദേവദാസ് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കാണാം. ഞാൻ അല്പം ജോലി തിരക്കില്ലെന്ന് പറഞ്ഞാൽ അത് വേണോ സാർ? അയാളൊരു ചൂടനാണ്, അതുകൊണ്ട്. ആ താനെന്തിനാണോ പേടിക്കുന്നത്? അവൻ നമ്മളൊരു പുണ്ണാക്കം ചെയ്യാൻ പോടില്ല. ഞാൻ പറഞ്ഞേ ചെയ്താൽ മതി. ശരി സാർ. സാർ, മുതലാളി അല്പം തിരക്കിലാണ്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വലിയ തിരക്കിലാണല്ലേ? നല്ലതാ, പത്രം വായിച്ച് കുറച്ച് ലോകവിവരം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. അയ്യോ, സാറാണെന്ന് അറിഞ്ഞില്ല. ഞാൻ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് നോക്കായിരുന്നു. ഇരിക്കിരിക്കി. എന്താ സാർ വിശേഷിച്ച്? സി മിസ്റ്റർ മേനോൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെയല്ലേ പണയം വെച്ചിരുന്നത്? ഇവിടെ ആയിരുന്നു. മേസ്ത്രി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുതലും പലിശയും തന്ന് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു പോയി. ഈ ചാക്കോ മേസ്ത്രി ആളെങ്ങനെ? അയ്യോ, ആളൊരു പാവായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്? അത് മുതലും പലിശയും കിട്ടാതായപ്പോ എന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതാ. നിങ്ങൾ അവിടെ ചെന്ന് ആ പെമ്പിള്ളേരെ അസമയം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എന്റെ സാറെ, ആരാ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടിരുന്നത്. ചാക്കോച്ചന്റെ ബുദ്ധിമുട്ട് കണ്ട് ആ കൊച്ചുങ്ങൾക്ക് അവിടെ ജോലി കൊടുക്കാന്ന് വരെ പറഞ്ഞതാ. പക്ഷെ അതിനു മുമ്പ് അതുങ്ങൾ രണ്ടിനെ കൊന്നില്ല സാറേ. ഈ ആധാരം എടുപ്പിക്കാനുള്ള രൂപ മേസ്ത്രിക്കാരെ കൊടുത്തെന്നറിയാവോ? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ആധാരം മേടിക്കാൻ വരുമ്പോ മേസ്ത്രിയുടെ കൂടെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവന്റെ ചെക്ക ഞങ്ങൾക്ക് തന്നത്. നൗഷാദ് സർ, കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ്. സർ. May I come in, sir? Yes, come in. സാർ, ആ പയ്യനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. 1 മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, പത്തനംതിട്ടയാണ് സ്വദേശം. നൗഷാദ് സർ. ഉണ്ണികൃഷ്ണൻ അവിടെ? ഉണ്ണികൃഷ്ണൻ സ്വന്തം പണമെടുത്ത് മേസ്ത്രിയുടെ വീടിന്റെ ആധാരം എടുത്ത് കൊടുപ്പിക്കാൻ മാത്രം ആ കുടുംബവുമായി നിനക്കെന്താ ബന്ധം? അത് ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ഞാനൊരു സഹായം ചെയ്തതാ.
അപ്പൊ ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ സഹായിച്ച് നീ ആ കുത്തുവാളെടുത്ത് കാണുമല്ലോ. അത് ചുമ്മാ, അതേതായാലും ഉണ്ടായിട്ടില്ല അല്ലേ സാർ? പറമോനെ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇനി അതല്ല ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ലൊക്കേഷനും മാറും, ഞങ്ങളുടെ പെർഫോമൻസ് മാറും. ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സത്യം ഞങ്ങൾക്കറിയണം, സത്യം മാത്രം. ഞാനും ചാക്കോ മേസ്ത്രിയുടെ ഇളയ മകൾ റോസ്മേരിയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. കോളേജിൽ വെച്ചുണ്ടായ സൗഹൃദം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു.